ഏരിസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയ ഒരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. ഇന്ന് നിങ്ങൾക്ക് സംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും ദയവ് കാണിക്കാൻ കഴിയില്ല. ഏരിസ് റൊമാൻസ്. നിങ്ങളുടെ ശാരീരിക സൗന്ദര്യം ആരെയോ നിങ്ങളിൽ ആകൃഷ്ടമാക്കുന്നു. എന്നാൽ വേണ്ടവണ്ണം നിങ്ങൾക്ക് പ്രതികരിക്കാനാകുന്നുമില്ല. ഒന്ന് പിന്നോട്ടു മാറി ആദ്യം ഈ ബന്ധത്തിൽ നിന്നും എന്താണ് വേണ്ടതെന്ന് ഉറപ്പു വരുത്തേണ്ടതുമുണ്ട്. എന്നിട്ട് അതിലേക്ക് എടുത്തു ചാടുവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഒന്നിൽ ചെന്നുപെട്ട അവസ്ഥയായിരിക്കും നിങ്ങളുടേത്. ഏരിസ് കരിയർ. ഇന്ന് നിങ്ങളുടെ ഔദ്യോഗിക പാതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടുന്ന ദിനമാണ്. കാരണം ഔദ്യോഗിക രംഗത്തുണ്ടായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങളുടെ വേഗത കുറച്ചിരിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ഗുണത്തിനായി ഉപയോഗിച്ച് ജോലിയിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കുക. ഔദ്യോഗിക ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവെന്ന് തോന്നുന്നെങ്കിൽ ഒരു മാറ്റത്തെക്കുറിച്ചും ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങുക. ഏരിസ് ഫൈനാൻസ്. വ്യാപാരം സുഗമമായി മുന്നോട്ടു പോകും. ലാഭത്തിൽ നിങ്ങൾക്ക് തൃപ്തി തോന്നും. നിങ്ങളുടെ വ്യാപാരത്തെക്കുറിച്ചും സാമ്പത്തിക രംഗത്തെക്കുറിച്ചും നിങ്ങൾക്കിന്ന് സന്തോഷിക്കാം. കാരണം അവ നല്ല രീതിയിലാണ് പോകുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച ഉയരത്തിലായിരിക്കില്ല, എന്നാലും അത് ഉയരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ ബജറ്റ് നല്ല ഘടനയിൽ തന്നെ ഇരിക്കട്ടെ. ചിലവുകൾ നിയന്ത്രിക്കുക. അങ്ങനെയെങ്കിൽ അത് ഉയരത്തിലേക്ക് പോകുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏരിസ് ഹെൽത്ത്. വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടണം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കവ നിസ്സാരങ്ങളെന്ന് തോന്നിയേക്കാം. അങ്ങനെ തോന്നി അവയെ നേരിടാതെ ഇരുന്നാൽ നാളെ ഒരുപക്ഷെ അവ എത്രമാത്രം ഗൗരവക്കാരനാകുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇന്നത്തെ ദിനം ആരോഗ്യകാര്യങ്ങളിൽ മുൻകൂട്ടി വേണ്ട പരിചരണങ്ങൾ ചെയ്യുവാൻ കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കുക. മദ്യം, പുകവലി എന്നിവ ഒഴിവാക്കുക. ടോറസ് ഓവർവ്യൂ. നിങ്ങളുടെ നിഷ്പക്ഷത അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ആളിനെ പറ്റിയുള്ള നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് എന്നുള്ള അറിവും അംഗീകരിക്കപ്പെടുന്നു. ഇന്ന് നിങ്ങൾ നൽകുന്ന ഈ സുഹൃത്ത് ബന്ധം നിങ്ങളുടെ സുഹൃത്തിന് നല്ലതിന്റെ ഒരു ലോകം തന്നെ സമ്മാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ കുരുന്നു ഭാവിയിൽ തിരിച്ചും നൽകപ്പെടും. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും ആ വലിയ സംഭവം, നിങ്ങളുടെ അനുരാഗത്തിന്റെ വിവരം വിളംബരം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നുകൂടി ക്ഷമിക്കുന്നത് നല്ലതാണ്. ഇന്ന് നിങ്ങൾ ആ വാർത്ത പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ അടുത്തു തന്നെ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളിൽ മാറ്റം വരുത്തുവാനും അതുമൂലം ഇങ്ങനെ അസമയത്തെ ഈ വാർത്ത പുറത്തുവിട്ടതിൽ ഖേദിക്കേണ്ടി വരികയും ചെയ്തേക്കാം. ഇന്നേക്ക് ക്ഷമിക്കുക. നിങ്ങളുടെ പദ്ധതികളിലെ വരുന്ന മാറ്റം നോക്കിക്കാണുക. ടോറസ് കരിയർ. നിങ്ങളുടെ പുരോഗതിയുടെ പാതയിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റുവാനായി നിങ്ങളുടെ ഔദ്യോഗിക വിദഗ്ധരെ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കുറച്ച് അധ്വാനം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാം. കാര്യങ്ങൾ മുഴുവനാക്കും വരേക്കും അതിനെ പിന്തുടരുക. ചെറിയ തടസ്സങ്ങളിൽ മനമടുക്കാതിരിക്കുക. ചെറിയ പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കാറുണ്ട്. എന്നാൽ വിജയശ്രീലാളിതരാകുന്നവർ ഈ വക തടസ്സങ്ങളിൽ നിന്നും കൂടുതൽ ഊർജം ആർജിക്കുന്നു. ടോറസ് ഫൈനാൻസ്. നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് പണമാകട്ടെ അല്ലെങ്കിൽ സമയമാകട്ടെ, മറ്റുള്ളവർക്കായി കൊടുത്ത് ദയ കാട്ടുവാനുള്ള സമയമാണിത്. നിങ്ങൾ ഒരു ചാരിറ്റി സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭാവന കൊടുക്കും, അല്ലെങ്കിൽ കൂട്ടാളിക്ക് ഒരു സമ്മാനം. രണ്ടായാലും നിങ്ങളുടെ നല്ല മനസ്സും സമ്പത്തും മൂലം മൂന്നാമതൊരാൾക്ക് ഇന്ന് ഗുണം ലഭിക്കും. സമ്പത്തെന്നാൽ വിഭവ സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ നല്ല മനസ്സെന്ന സമ്പത്തും. ടോറസ് ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം ഇന്ന് മൊത്തത്തിൽ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും അതിനെ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് കരുതരുത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരുന്നതിൽ നിർത്തുവാനായി വ്യായാമം ചിട്ടതെറ്റിക്കാതെ ചെയ്യുക. അതിൽ നിന്നും വഴുതി പോകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതോടെ നിങ്ങളുടെ ആരോഗ്യവും വഴുതുന്നതായി നിങ്ങളറിയും. ശ്രദ്ധയോടെ ഇരിക്കുക, എങ്കിൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കും. ജെമിനി ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നതും ആത്മപരിശോധനാപരവുമായ അനുഭവം ഉണ്ടായേക്കാം. നിലവിലുള്ള നിലയുടെ വിജയത്തിനും അതിന്റെ സ്വാംശീകരണത്തിനും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കുറച്ചു സമയം ചിലവഴിച്ച് വിശകലനം ചെയ്യുക. ഈ സമയങ്ങളിൽ മാനസികമായ പ്രതിഫലനം വിദൂരമായ ഒരു ഉത്സാഹമായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിലെ ലക്ഷ്യപ്രാപ്തിക്ക്. ജെമിനി റൊമാൻസ്. ഇന്ന് നിങ്ങളും പങ്കാളിയുമായുള്ള ബന്ധം തകർക്കുവാൻ ശ്രമിക്കുന്ന പുറത്തുനിന്നുള്ള ഒരാളെ ശ്രദ്ധിക്കുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടതാണ്.
ഈ പുറത്തുനിന്നുള്ള വ്യക്തിയെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സമ്മതിക്കരുത്. പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം വെള്ളം കൂടുതൽ കലക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവരെ കഴിവതും അകറ്റുക. പരസ്പരം സംസാരിക്കുക. എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും. ജെമിനി, കരിയർ. ഈ സമയം നിങ്ങളുടെ തൊഴിൽ നന്നായി പോകും. എന്നാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പൊതുജനത്തിനിടയിൽ തിരിച്ചറിയപ്പെടണം എങ്കിലും നിങ്ങൾ പരസ്യം നൽകണം. നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വൻ വികസനത്തിന് വഴിതെളിക്കുന്നതിനും ഇതാണ് പ്രധാന കാര്യം. ശ്രോതാക്കളെ ആകർഷിക്കാനായുള്ള ലക്ഷ്യം നേടുന്നതിനും വേണ്ടത് ചെയ്യുക. നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന്റെ ഫലം കാണാവുന്നതാണ്. ജെമിനി, ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാണ്. അത് നിങ്ങളെ എല്ലാ തടസ്സങ്ങളും തരണം ചെയ്യുവാൻ കരുത്തനാക്കുന്നു. ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി പോകുന്നതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സധൈര്യം നേരിടുക. നിങ്ങളുടെ സാമ്പത്തിക മൂലധനം റിസ്ക് എടുക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ഒരുപക്ഷെ സാമ്പത്തിക നില ഇത്രയും ഭദ്രമായിരുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകുമായിരുന്നില്ല. ജെമിനി, ഹെൽത്ത്. ഇന്ന് മാനസിക പിരിമുറുക്കം ഏറ്റവും കുറഞ്ഞ നിലയിലായിരിക്കും. നിങ്ങൾക്ക് ഉയർന്ന ഊർജവും ഉണ്ടാകും. അത് അത്ഭുതപ്പെടുത്തുന്നതെങ്കിൽ സ്വാഗതാർഹമായിരിക്കും. ആനന്ദിക്കുക. ഇങ്ങനെയുള്ള ദിനങ്ങൾ കുറഞ്ഞ മാനസിക പിരിമുറുക്കവും സന്തോഷകരവുമായ മൂടുമുള്ളവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകുവാനും ആസ്വദിക്കുവാനും പുതുതായി ലഭിച്ച ഈ ആനന്ദങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കാനും അവസരമുണ്ടാകും. ക്യാൻസർ, ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫ്രണ്ട് ഉണ്ടായേക്കും. ഇത് നിങ്ങളുടെ അവസ്ഥയെ എല്ലാ നിലയിലും ഉന്നതിയിലേക്ക് കൊണ്ടുപോയേക്കും. നിങ്ങളുടെ പ്രവൃത്തിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എല്ലാം സ്വസ്ഥമാകുന്നതുവരെ മിണ്ടാതിരിക്കുകയോ സമാധാനത്തോടിരിക്കുകയോ ചെയ്യുക. ക്യാൻസർ, റൊമാൻസ്. അനുരാഗത്തിൽ ഇന്ന് കുറച്ച് നിരാശയ്ക്ക് വഴി കാണുന്നു. സ്നേഹം ലഭിക്കുവാനായി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുന്നുവെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട്. എന്നിട്ടും പ്രതീക്ഷയ്ക്ക് ഫലം ലഭിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഒരിടവേള നൽകുക. ഒന്ന് വിശ്രമിക്കുക. ഈ വക കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി കുറച്ച് സമയമെടുക്കും. നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എത്ര കണ്ട് നിങ്ങളെക്കുറിച്ച് തീർച്ചയുള്ളവനാണോ അത്രയും മറ്റുള്ളവർ നിങ്ങളെ ആകർഷിക്കപ്പെടും. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കും. തീർച്ച. ക്യാൻസർ, കരിയർ. അടുത്തിടെ ഏർപ്പെട്ട ഒരു കരാറിൽ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കാര്യമുണ്ടായേക്കാം. ഈ വ്യക്തി വളരെ ഉദാരമനസ്കനും നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറായവനുമായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്തെ വികസിപ്പിക്കുന്നതിനാൽ അവരുടെ നിർദ്ദേശങ്ങൾക്ക് ഗൗരവമായ പരിഗണന നൽകുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ ഒരു വാതിലുകളും അടയ്ക്കാതിരിക്കുക. ഇന്ന് അതിശയങ്ങൾ സംഭവിച്ചേക്കാം. ക്യാൻസർ, ഫൈനാൻസ്. വ്യാപാരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിനമാകും. ഈ വകുപ്പിൽ ലാഭങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അറുതിയും. പുതിയ ആശയങ്ങളോടും ബന്ധങ്ങളോടും തുറന്ന മനസ്സുണ്ടായിരിക്കുക. കാരണം അവയിൽ ചിലത് നിങ്ങൾക്ക് ഔദ്യോഗിക പുരോഗതി ഉണ്ടാക്കും. ക്യാൻസർ, ഹെൽത്ത്. ഇന്ന് മാനസികമായും ശാരീരികമായും ഒരു തളർച്ച തോന്നും. നിങ്ങൾ സ്വയം ഇതിൽ നിന്ന് പുറത്തു വരണം. കുറച്ച് വിശ്രമിക്കണം. 1 മണിക്കൂർ വ്യായാമം ചെയ്ത് കഷ്ടപ്പെടുവാൻ തോന്നുന്നില്ലെങ്കിൽ അത്രയും ചെയ്യേണ്ടതില്ല. പാർക്കിൽ ഒന്ന് നടന്നു വരിക. നേരത്തെ കിടന്നുറങ്ങുക. നാളെ ഉന്മേഷത്തോടെ ഉണരുക. ലിയോ, ഓവർവ്യൂ. ഇന്ന് ജോലിയിൽ നിന്ന് പുറത്തു വരാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഇപ്പോൾ പൂർത്തിയാക്കിയ പ്രവൃത്തിയിൽ അഭിമാനം തോന്നും. എങ്ങനെയായാലും കുടുംബജീവിതത്തിലും അല്പസമയം ചിലവഴിച്ച് അവിടുത്തെ ബന്ധങ്ങളെക്കുറിച്ച് അറിയുക. മാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ലിയോ, റൊമാൻസ്. നിങ്ങളിലെ വശീകരണ ശക്തിയെ ഇന്ന് ചുറ്റുമുള്ളവർ എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. എവിടെ ചെന്നാലും ശ്രദ്ധാകേന്ദ്രം നിങ്ങൾ തന്നെയാണ്. ഇന്ന് ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരിൽ നിന്നും ഗുണങ്ങൾ സമ്പാദിക്കരുത്. ഇത് നിങ്ങളുടെ ബന്ധത്തിന് കുറച്ചുകൂടി എരിവും പുളിയും നൽകുവാനും സംതൃപ്തിയുള്ള ഒരു അനുരാഗ ജീവിതം നയിക്കുവാനും ഉപയോഗിക്കുക. ലിയോ, കരിയർ. നിങ്ങൾ ഇന്ന് കുടുംബ വ്യാപാരത്തിൽ ചേരുന്നത് പരിഗണിക്കുക. നേരത്തെ ഇത് തിരഞ്ഞെടുക്കുന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ന് അന്തിമമായി എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് നല്ലതാവും. ഈ പ്രവൃത്തി ഇന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവ ഉറപ്പിക്കാവുന്നതും വ്യാപാരത്തിൽ നിങ്ങളുടെ ബന്ധുക്കളുമായി ചേരുകയും ചെയ്യാം. പിന്നീട് നിങ്ങൾ ഇതിൽ സന്തോഷവാനാവും. ഇതാണ് ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ്. ലിയോ, ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തിൽ ഇന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നല്ല ദിനമായിരിക്കും. കാര്യമായ നഷ്ടങ്ങളില്ലാത്ത എന്നാൽ ചെറിയ ലാഭങ്ങൾക്ക് സാധ്യതയുള്ള ദിനം. നിങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക സ്ഥിരതയിൽ നിന്നും ഇനിയും കൂടുതൽ മെച്ചപ്പെടുവാനും വരും ദിനങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ
ബുദ്ധിമുട്ടുകൾ മൂലം ഈ ലാഭം നഷ്ടപ്പെടാതിരിക്കുവാനും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. നിക്ഷേപങ്ങൾ ഇന്ന് ബുദ്ധിപൂർവ്വം നടത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിവൈഭവവും ഉപയോഗിച്ച് മുന്നേറുന്നത് കാണാനാകും. നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങൾക്ക് പുതിയ ഔദ്യോഗിക സാമ്പത്തിക മേഖലകൾ തുറന്നു തരും. ലിയോ, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ തികച്ചും ആരോഗ്യവാനാണ്. ആരോഗ്യ സംബന്ധിയായി അതുകൊണ്ട് തന്നെ ഇന്ന് ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് തോന്നുകയില്ല. ഇത് ഇന്ന് ജിമ്മിലേക്ക് എത്തുവാനും വ്യായാമ മുറകളിൽ വരുത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന മാറ്റങ്ങൾ വരുത്തുവാനും നിങ്ങൾക്ക് ഉത്തേജനമാകും. ഇതുവരേക്കുമുണ്ടായിരുന്ന മാനസികമായ തടസ്സങ്ങൾ നീക്കിവെക്കുക. ജിമ്മിലെത്തുക. നിങ്ങൾ പിന്നീടൊരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കില്ല. അവസാനം വ്യായാമം നിങ്ങൾക്ക് നൽകുന്ന മാനസിക ശാരീരിക സ്വാസ്ഥ്യത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ സന്തോഷിക്കും. വെർഗോ, ഓവർവ്യൂ. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. വെർഗോ, റൊമാൻസ്. നിങ്ങളുടെ അനുരാഗത്തിന് നിങ്ങൾ എന്ത് കണ്ടെത്തുമോ എന്ന ചിന്തയിലാണ് നിങ്ങൾ. അനുരാഗം തന്നെ വേണ്ടെന്ന് വെക്കുവാനുള്ള മനസ്ഥിതിയിലാണ് നിങ്ങൾ. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങളെ വലിച്ചു കയറ്റേണ്ട ദിനമാണ്. കാരണം ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടില്ലെന്നത് തന്നെ. കൂട്ടുകാരുമൊത്ത് ഇന്ന് നൃത്തമണ്ഡപത്തിലൊന്ന് പോയി നോക്കൂ. നിങ്ങൾ പോയതിലും ഉത്സാഹമുണ്ടാകും നിങ്ങൾക്ക് നൃത്തം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ. വെർഗോ, കരിയർ. ജോലിസ്ഥലത്ത് ഇന്ന് വളരെ ഏകാഗ്രമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏകാഗ്രമല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കിന്ന് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല. നിങ്ങളുടെ ചിന്തയിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അത് തിരഞ്ഞെടുക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുവാനാകുകയുള്ളൂ, ലക്ഷ്യം കൈവരിക്കുവാനും. വെർഗോ, ഫൈനാൻസ്. ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക രംഗം ഒരു പാറക്കെട്ടിൽ ഉറച്ചതുപോലിരിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം എന്ന് ആലോചനയിലാണ് നിങ്ങൾ. അതിൽ കൂടുതലായി നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അമ്പരന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിനം കൈകാര്യം ചെയ്യുക. കനത്ത സാമ്പത്തിക ബാധ്യതകളിൽ ഒന്നും ഇന്ന് ചെന്ന് ചാടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഇഞ്ചിഞ്ചായി പുറത്തു വരും. വെർഗോ, ഹെൽത്ത്. അടുത്തയിടെയായി ചില വേദനകളോ മറ്റോ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ അത് മുഴുക്കെ തുടരും. സമീകൃത ആഹാരവും ചെറിയ വ്യായാമങ്ങളും കൊണ്ട് നിങ്ങൾക്ക് അത്തരം അലട്ടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനാകും. മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശരിയായ ദിശയിലാണെന്നതുകൊണ്ട് തന്നെ പരവശപ്പെടാതിരിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾക്കും ഉടൻ ശമനമുണ്ടാകും. നിങ്ങൾ വീണ്ടും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തും. ലിബ്ര, ഓവർവ്യൂ. നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിനു വേണ്ടി ചെവി കൊടുക്കാത്തക്ക രീതിയിൽ ഉള്ള ഒരു സ്ഥാനത്ത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്തിയേക്കാം. നിങ്ങളുടെ നിഷ്പക്ഷത അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ആളിനെ പറ്റിയുള്ള നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് എന്നുള്ള അറിവും അംഗീകരിക്കപ്പെടുന്നു. ഇന്ന് നിങ്ങൾ നൽകുന്ന ഒരു സുഹൃത്ത് ബന്ധം നിങ്ങളുടെ സുഹൃത്തിന് നല്ലതിന്റെ ഒരു ലോകം തന്നെ സമ്മാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ കുരുന്നു ഭാവിയിൽ തിരിച്ചും നൽകപ്പെടും. ലിബ്ര, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിക്ക് ഇന്ന് നിങ്ങൾക്കായി സമയമില്ലാത്തതിനാൽ ഇന്ന് നിങ്ങൾ ഏകാകിയാണെന്ന് തോന്നലുണ്ടാകും. ഈ സമയം നിങ്ങൾക്കായി വിനിയോഗിക്കുക. ഒരു പുസ്തകം വായിക്കുകയോ കൂട്ടുകാരുമൊത്ത് കൂട്ടുകൂടുകയോ ചെയ്യുക. എന്നിട്ട് ഈ ബന്ധം നിങ്ങൾക്കുള്ളത് തന്നെയെന്ന് തീരുമാനിക്കുക. ഈ സമയം പങ്കാളിയിൽ നിന്നും അകന്ന് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും നിങ്ങളിലെ നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക. ലിബ്ര, കരിയർ. മെച്ചപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകുമ്പോൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ യോഗ്യനായ ഒരു തൊഴിൽ ഉപദേശകനെ ഇന്ന് കണ്ടെത്തണം. മികച്ചതും നന്നായി നിരീക്ഷിച്ച ശേഷം നൽകുന്ന ഉപദേശങ്ങളും മറ്റും നൽകുന്നയാളാണ് അയാളെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് സമാധാനിക്കാം. ലിബ്ര, ഫൈനാൻസ്. നിങ്ങൾ ആരോഗ്യ വൈദ്യശാസ്ത്ര രംഗത്തിലേതെങ്കിലും ഒന്നിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് തിളക്കമുള്ളതായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന അവസരങ്ങൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. അവിചാരിതമായ ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നതായി പരിശ്രമിക്കുക. ലിബ്ര, ഹെൽത്ത്. ഇന്ന് കുറച്ച് മുൻകോപം തോന്നും. അകാരണമായി തന്നെ ആത്മപരിശോധന മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ദേഷ്യം നിയന്ത്രിക്കുവാനും മാനസിക പിരിമുറുക്കം മെല്ലെ കുറയ്ക്കുവാനും സഹായിക്കും. നിങ്ങളിലെ അശുഭചിന്തകളെ നിയന്ത്രിക്കുന്നതും നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം തോന്നുന്നുവെങ്കിൽ അത് തുറന്നു സമ്മതിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ജീവൻ നൽകും. മറ്റുള്ളവരും നിങ്ങളുടെ ഈ മാറിയ മുടിനെ പ്രകീർത്തിക്കും. സ്കോർപിയോ, ഓവർവ്യൂ.
നിങ്ങൾ ഇന്ന് വലിയ പ്രശസ്തിയും മുഖസ്തുതിയും മറ്റുള്ളവരിൽ നിന്നും അർഹിക്കുന്നുണ്ടെന്ന് സ്വയം വിലയിരുത്തി ഇപ്പോൾ ലഭിച്ച ഈ സൗഭാഗ്യം നിങ്ങളെ ആകർഷത്വത്തിലും കഴിവിലുമാണെന്ന് വിചാരിച്ച് എല്ലാത്തിനും മുകളിൽ നിന്നുകൊണ്ട് ദുഷ്ടബുദ്ധിയോടെ വീക്ഷിക്കുകയാണെങ്കിൽ പുതിയതായി കിട്ടിയ ആരാധകർ നിങ്ങൾക്ക് എതിരാകും. സ്കോർപിയോ, റൊമാൻസ്. ഇന്ന് പിടിയിൽ നിന്നും കൈവിടാതെ ശാന്തമായിരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അതിനോട് താല്പര്യമുണ്ടെന്നും കാണിക്കുക. നിങ്ങളുടെ മുൻകോപം ഒരു താൽക്കാലികാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദം ഒന്ന് കുറയുന്നതുവരെ തീരുമാനങ്ങൾ എടുക്കാതെ കാത്തിരിക്കുക. മാനസിക പിരിമുറുക്കത്തിന് വഴികൊടുക്കുന്നത് ഇന്ന് ബന്ധത്തിന്റെ കരുത്ത് കുറയ്ക്കുവാൻ കാരണമാക്കും. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതിയിൽ അതൃപ്തിയും. സ്കോർപിയോ, കരിയർ. വിദേശത്ത് ഒരു ബിസിനസ് ആരംഭിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നതിന് അവസരം ലഭിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ്. ദൂരെയുള്ള പങ്കാളികളുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരും വിജയിക്കുന്നു. നിങ്ങളുടെ ബിസിനസിന്റെ നല്ല വശങ്ങളെല്ലാം അന്താരാഷ്ട്ര വിപണിയിൽ കൊണ്ടുവരിക. ഈ സമയം തൊഴിലിൽ നേട്ടമുണ്ടാകുന്നതിന്റെ സൂചനയാണ്. സ്കോർപിയോ, ഫൈനാൻസ്. ഈയിടെ നിങ്ങൾ ചെയ്ത അമിതവ്യയത്തിന്റെ പരിണിത ഫലങ്ങൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കും. നിങ്ങൾ വാങ്ങിയ ആ ആഡംബര വസ്തു നിങ്ങളുടെ ബജറ്റിൽ ഇല്ലാത്തതായിരുന്നു. എന്നാലും നിങ്ങൾ വാങ്ങിപ്പോയി. നിങ്ങളുടെ സാമ്പത്തിക വീക്ഷണം ഒന്നുകൂടി തിരുത്തുക. എന്നിട്ട് മുന്നോട്ടു പോകുക. വാങ്ങലുകാരന്റെ ആ പശ്ചാത്താപത്തിൽ മാത്രം ഇന്ന് മുഴുകാതിരിക്കുക. സ്കോർപിയോ, ഹെൽത്ത്. ദീർഘകാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു അസുഖത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്കാകും. നിങ്ങളുടെ ഈ പുതിയ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനായി നല്ല പോഷക സംയുക്തമായ ആഹാരം കഴിക്കുന്നുവെന്നും വ്യായാമം ദിനചര്യയുടെ ഒരു ഭാഗമാക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. ദീർഘകാലം അസുഖങ്ങളിൽ നിന്നും മുക്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ രോഗപ്രതിരോധന ശേഷി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ നല്ല കാര്യം തുടർന്നും ചെയ്യുക. സജിറ്റേറിയസ്, ഓവർവ്യൂ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താങ്കൾ ഇന്ന് ജീവിക്കുന്നു. താങ്കളുടെ സമയം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമിടയിൽ ചിലവിടുക. കാരണം ഇവ രണ്ടും താങ്കളെ സന്തോഷവാനാക്കുന്നു. ഈ ദിനങ്ങളിൽ ബന്ധങ്ങൾ സുഗമമായി പോവുകയും താങ്കളുടെ ഒരുപാട് നാൾ മുമ്പ് ഏൽപ്പിച്ച ചുമതല അദ്ദേഹത്തെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. സജിറ്റേറിയസ്, റൊമാൻസ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി ഒരകലം വിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇത് സത്യത്തിൽ നിങ്ങൾ ഇരുവർക്കും തോന്നുന്ന ഒരു മുഷിപ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും മുഷിപ്പകറ്റുവാനും ജീവിതം വീണ്ടും ജീവൻ നിറഞ്ഞതാക്കുവാനും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. നിങ്ങൾ ദീർഘനേരം ഓഫീസിൽ ചിലവഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ ഉള്ളതിനാൽ പങ്കാളിയുമായുള്ള പരസ്പര സ്വാതന്ത്ര്യത്തിന് കുറവുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്ക് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു പുഷ്പം പങ്കാളിക്കായി കൊടുത്തുവിട്ട് അവരെ അത്ഭുതപ്പെടുത്താം. അനുരാഗത്തിന് ഒരു ഉത്തേജനവും വെപ്പിക്കാം. സജിറ്റേറിയസ്, കരിയർ. ഇന്ന് ഒരു പങ്കാളിത്ത വ്യവസ്ഥയിൽ ചേരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ ഏറെ ചിന്തിക്ക് ശേഷം നിങ്ങൾ അത് മതിയെന്ന് തീരുമാനിക്കും. നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണ്. ഈ നിലയിൽ നിങ്ങൾ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോവുക. എങ്കിലും നിങ്ങൾ ഈ ചിന്ത പൂർണ്ണ അർത്ഥത്തിൽ നിരീക്ഷിക്കുകയും ലക്ഷ്യത്തെ നോക്കുകയും വേണം. സജിറ്റേറിയസ്, ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ ഒരു വസ്തുവിൽ നിക്ഷേപിക്കുവാൻ ആലോചിക്കും. അതിൽ നിന്നും പിന്മാറുകയാണ് നല്ലത്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് നിങ്ങൾക്ക് ഒരു ദീർഘകാല സുരക്ഷാ പദ്ധതിയാകില്ല. ഇന്ന് നിക്ഷേപിക്കുകയാണെങ്കിൽ വസ്തു അല്ലെങ്കിൽ മറ്റു മൂലധന നിക്ഷേപങ്ങൾ എന്നിവയിൽ നഷ്ടം സംഭവിക്കുമെന്ന് കാണുന്നു. എല്ലാ വശങ്ങളും പരിശോധിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുക. സജിറ്റേറിയസ്, ഹെൽത്ത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നിടത്തെല്ലാം ചെറിയ ചെറിയ അപകടങ്ങൾ സൂചിപ്പിക്കപ്പെടുന്ന ഒരു ദിനമാണിന്ന്. അതുകൊണ്ട് വീട്ടിലും അടുക്കളയിലും ടിവിയുടെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പരിസരങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം പെരുമാറുക. ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ മേൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും അതുമൂലം നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിരലുകളെ ശ്രദ്ധിക്കുക. കാപ്രിക്കോൺ, ഓവർവ്യൂ. നിങ്ങളുടെ ഭാവിയിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകാൻ ഇന്ന് സാധ്യതയുണ്ട്. എല്ലാം നിങ്ങളുടെ ആഗ്രഹമനുസരിച്ചാകും. വർണ്ണഭാവവും സഹകരണപൂർണവുമായ പെരുമാറ്റം നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെയും കൂടാതെ പുതിയ ബിസിനസ് ബന്ധങ്ങളെയും ഉണ്ടാക്കിത്തരും. കാപ്രിക്കോൺ, റൊമാൻസ്. അനുരാഗ ജീവിതം വെറും ദൈനംദിനചര്യ മാത്രമാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരിടുവാനുള്ള ഉപാധികൾ ഇന്ന് തിരയുന്നത് നല്ലതാണ്. നിങ്ങളുടെ പങ്കാളി ഈ ബന്ധം ആസ്വദിക്കുന്നതിനായി എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുക. അനുരാഗത്തിൽ മുഷിപ്പ് കയറി വരാതിരിക്കട്ടെ. കാരണം അത് ഇരുവർക്കും നിരാശ നൽകും. അനുരാഗം എന്നാൽ ഗൗരവമുള്ള ഒരു സ്ഥിതിയാണെന്നും അതിനെ ജീവനോടെയും ഉന്മേഷത്തോടെ നിലനിർത്തുവാൻ വേണ്ടതെല്ലാം ചെയ്യണമെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഗുണം ചെയ്യും. കാപ്രിക്കോൺ, കരിയർ.
സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കപ്പെടാതെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഒരു പുതിയ ജോലിയും അതുവഴി സുരക്ഷിതത്വവും നിങ്ങളെ തേടിയെത്തും. ഈ ശുഭവികാസത്തിന്റെ മുഴുവൻ ഗുണങ്ങളും പ്രയോജനപ്പെടുത്തുക. Capricorn, finance. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഇന്ന് നിങ്ങൾ പണ്ട് ചെയ്ത ഒരു നിക്ഷേപത്തിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. പണ്ടെന്നോ മറന്നുപോയ ഒരു സാമ്പത്തിക ഇടപാടിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് ഗുണം ലഭിക്കും. ഇത് ഒരു അത്ഭുത വാർത്തയായി നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ ഈ അവിചാരിത സാമ്പത്തിക ലാഭത്തിൽ മതിമറന്ന് ആനന്ദിക്കാം. അതെല്ലാം ഒന്നിച്ച് ചിലവാക്കരുത്. കുറച്ച് ബാങ്കിൽ നിക്ഷേപിക്കുക. Capricorn, health. ഇന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു പൊതുപരിശോധന നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും തന്നെ തോന്നുന്നുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ശരീരത്തിനാവശ്യമായ പരിചരണങ്ങൾക്ക് പറ്റിയ ദിനമാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ദന്ത ഡോക്ടറെ കണ്ട് പല്ല് വൃത്തിയാക്കിക്കൂടാ? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കാണുന്നു. Aquarius, overview. ഇന്ന് നീ വ്യാകുലതകൾ ഉള്ള വ്യക്തിയാണ്. ക്ഷമയായും സമാധാനമായും ചിന്തിച്ച് വ്യാകുലതകൾക്ക് പിന്നാലെ കാരണവും എന്തുകൊണ്ട് ഇത്രയധികം അലട്ടുന്നുവെന്ന് കണ്ടെത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ കൂട്ടുകാരുമായോ വീട്ടുകാരുമായോ പങ്കുവയ്ക്കുകയാണെങ്കിൽ മനസ്സും പ്രവൃത്തിയും നന്നാക്കാൻ പറ്റും. Aquarius, romance. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിലും ഇന്ന് ഒന്നുകിൽ നിങ്ങളുടെ പക്കൽ പങ്കാളിക്കായി സമയമുണ്ടാകില്ല, അല്ലെങ്കിൽ പങ്കാളിക്ക് നിങ്ങൾക്കായി സമയമുണ്ടാകില്ല. രണ്ടായാലും നിങ്ങളിൽ ഒരാൾക്ക് അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആശിക്കുന്ന സ്നേഹം ലഭിക്കാതിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തു തോന്നുന്നുവെന്ന് പങ്കാളിയോട് തുറന്നു പറയുക. നിങ്ങളുടെ ഈ തുറന്ന മനസ്ഥിതിയും സത്യസന്ധതയും എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുവാൻ സഹായിക്കും. കുറച്ച് വിഷമം പിടിച്ച ഈ സമയം പെട്ടെന്ന് തന്നെ കടന്നുപോകും. Aquarius, കരിയർ. ജോലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർഗവൈഭവമുള്ളതും പരമ്പരാഗതം അല്ലാത്തതുമായ ഉപായം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇന്ന് നിങ്ങൾക്ക് ലാഭകരമാകും. യുക്തിയുക്തമല്ലാത്ത രീതിയിലുള്ള ചിന്തകൾ പ്രതിഫലം നൽകുമെന്ന് ചിന്തിക്കുന്നത് നന്ന്. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾക്ക് അതിശയകരമായ രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇതിലൂടെ സാധ്യതയുണ്ടാകും. അങ്ങനെ പ്രവൃത്തി സമയവും സംഘർഷങ്ങളും കുറയ്ക്കുന്നതിനും സഹായകമാകും. Aquarius, finance. സാമ്പത്തികമായി ഇന്ന് ബുദ്ധിമുട്ടുകളുടെ ദിനങ്ങളായിരുന്നു. എന്നാലും നിങ്ങൾ മുങ്ങിപ്പോകാതിരിക്കുവാൻ സൂക്ഷിച്ചിട്ടുണ്ട്. വില കൂടിയ വസ്തുക്കൾ വാങ്ങാമെന്നും അതേസമയം പണം മിച്ചം പിടിക്കണമെന്നും തികച്ചും വൈരുദ്ധ്യമാർന്ന ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ. അതേസമയം ഉയരുന്ന നിങ്ങളുടെ ചിലവുകളെ എങ്ങനെ നേരിടണമെന്ന ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക. അങ്ങനെയെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനാകും. Aquarius, health. മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് ഇന്ന് ആവശ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് അമിത മാനസിക പിരിമുറുക്കത്തിലാകുവാൻ വന്നേക്കാമെന്നതിനാലാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ആവേശത്തിന് വിശ്രമമെടുത്ത് പ്രശ്നം കൂടുതൽ വഷളാക്കാതെ അതുവഴി പൂർവ്വസ്ഥിതിയിലെത്തുവാൻ ശ്രമിക്കുക. സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മാനസികോർജം ഉയർത്തുന്നതിനും ഇന്നത്തെ വേദവാക്യം ക്ഷമയാണ്. Pisces, overview. വീട്ടിലേക്കായി നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഓർമ്മയുണ്ടോ? ഇന്ന് വീട്ടുകാര്യങ്ങളെല്ലാം പരിഹരിക്കാനുള്ള പറ്റിയ സമയമാണ്. നിങ്ങളുടെ സ്നേഹിതരെ നിങ്ങൾ സഹായിക്കുക. തുറന്ന മനസ്സോടെ അവസാന ദിനങ്ങൾ സന്തോഷവും സമാധാനവുമുള്ളമായി കാണപ്പെടും. Pisces, romance. ഈയിടെയായി നിങ്ങളുടെ അനുരാഗ ജീവിതത്തിലുണ്ടായ വാക്കുതർക്കങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിനെ അലട്ടും. അതിനെ ഒന്ന് കുടഞ്ഞു കളയുവാൻ ശ്രമിക്കുക. കാരണം ഈ വക കാലഘട്ടങ്ങൾ പെട്ടെന്ന് മാറിപ്പോവുകയാണ്. ചിലപ്പോഴെല്ലാം സമൂഹത്തിനു കൊടുത്ത ഉറപ്പുകൾ ചെയ്തു തീർക്കുവാനാകാതെ വരും. അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ നല്ല സുഹൃത്തുക്കൾ, അടുത്തവർ എല്ലാം വളരെ കാലം നിങ്ങളോടൊത്തുതന്നെ ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക. Pisces, കരിയർ. ഏറെ നാളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനാൽ ജോലി തടസ്സങ്ങളൊന്നുമില്ലാതെ പുരോഗമിക്കും. അധികൃത സ്ഥാനത്തിരിക്കുന്നവർ ഇന്ന് അനുകൂലമാവുകയും നിങ്ങളുടെ തീരാതിരിക്കുന്ന ജോലികളെല്ലാം പെട്ടെന്ന് പൂർത്തിയാവുകയും ചെയ്യും. നിങ്ങളുടെ ജോലികളെല്ലാം തീർക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയും നിങ്ങളുടെ രേഖകളെല്ലാം വേണ്ടവിധം ശരിയാക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ജോലി അനായാസമാവാനും നിങ്ങളെ ഒരു ശരിയായ സ്ഥാനത്ത് എത്തിക്കാനും സഹായിക്കും. എല്ലാ ഭാവങ്ങളും നേരുന്നു. Pisces, ഫൈനാൻസ്. ശോഭനമായ ഒരു വ്യാപാര അവസരം ഇന്ന് നിങ്ങളുടെ വാതിക്കൽ മുട്ടും. സാമ്പത്തിക വളർച്ചയ്ക്കായി അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് സ്വാധീനം ചെലുത്താവുന്ന ചില പുതിയ ബന്ധങ്ങൾ വളർത്തും. വ്യാപാരത്തിൽ ഒരു പുതിയ കൂട്ടുകെട്ടും നിങ്ങൾക്ക് ലാഭകരമാകും.
അത് ശോഭനമായ വേതനലബ്ധിക്ക് ഉതകുന്നതിലുമുപരി നിങ്ങളുടെ വ്യാപാരം വിപുലപ്പെടുത്തുവാനും സഹായിക്കും. ഒരേ വിചാരധാരയിലുള്ളവരുമായി ഇടപഴകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഗുണവുമുണ്ടാകും. അതിനാൽ അങ്ങനെയുള്ളവരുമൊത്ത് കൂട്ടുകൂടിയാൽ ഇരുവർക്കും ഗുണമുണ്ടാകും. സ്പൈസസ് ഹെൽത്ത്. ഇൻഫെക്ഷൻ തുടങ്ങിയ ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖമുള്ള പ്രവണതയുള്ളതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. തണുത്ത പാനീയങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമൊന്നും ചെയ്യുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവ കഴിക്കാതിരിക്കുക. കൂടാതെ ഇന്ന് പുകവലിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. കഴിയുന്നതും പുക നിറഞ്ഞ മൂടൽമഞ്ഞിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുക. പനിയോ ശരീരവേദനയോ വരുന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ ആവശ്യത്തിന് വിശ്രമമെടുക്കുക. ഇവ ഒഴിഞ്ഞു പോകും.